ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അദ്ദേഹം 40 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാണ്, സ്വാധീന ശക്തിയാണ്. എങ്കിൽ പോലും ഒരു പാർട്ടി ഭാരവാഹി എന്ന നിലയിൽ നാം ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ദേശീയ തലത്തിലേക്കോ മറ്റിടങ്ങളിലേക്കൊക്കെ സ്വാധീനം വ്യാപിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയെയും കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്? അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും ഈ വിഷയത്തിൽ കാരണമായി എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം അത്. കാരണം കൂടെയുള്ളവരെ ഒപ്പം നിർത്താൻ അദ്ദേഹം 70-ൽ MLA ആയി, 74-ൽ മന്ത്രിയായി. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന് നിയമസഭാ കക്ഷിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ സാന്നിധ്യം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാന ഘടകം അദ്ദേഹത്തെ പാർട്ടി നേതൃത്വത്തിൽ നിലനിർത്തുന്നതിനായിട്ട് എന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭാരവാഹിത്വം അനിവാര്യമല്ല പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നതിന്. പക്ഷെ തനിക്ക് ഇഷ്ടമുള്ള തൻ്റെ കൂടെ നിൽക്കേണ്ട ചില ആൾക്കാരെ ഒപ്പം നിർത്താൻ ഈ ഭാരവാഹിത്വം, തനിക്ക് വെച്ച് നീട്ടുന്ന ഭാരവാഹിത്വം അല്ലെങ്കിൽ തനിക്ക് വെച്ച് നീട്ടുന്ന ഓഫർ തൻ്റെ ഒരു സഹപ്രവർത്തകന് കൈമാറാൻ ഉമ്മൻചാണ്ടി സന്മനസ് കാണിച്ചിട്ടുണ്ട്. ആ സന്മനസ് ഒരാളെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹം വഴി കുറേ ആൾക്കാരെ കൂടെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാകാം. അദ്ദേഹത്തിനും ഈ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാം. കാരണം AK ആന്റണിക്ക് ഒപ്പം, AK ആന്റണി കഴിഞ്ഞാൽ A ഗ്രൂപ്പിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഭാരവാഹിത്വങ്ങളിൽ നിന്ന് മാറി നിന്ന് ദേശീയ തലത്തിലേക്ക് പോകാതെ മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീടുള്ള ചരിത്രം ബോധ്യമാകുന്നത്. അത് കേരളത്തിലെ പാർട്ടിയിലെ കോൺഗ്രസിലെ ഒന്നാമൻ എന്ന ലക്ഷ്യം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് എന്തായാലും അടുത്ത ഘട്ടത്തിൽ കൂടി ഇനി UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ പാർട്ടിയെ നയിക്കുക ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും. KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിന് ശേഷം ഉമ്മൻചാണ്ടി പാർട്ടി ഭാരവാഹിത്വങ്ങളൊന്നും വഹിച്ചിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ലെന്ന് പറയുന്നതാകും ശരി. ഉമ്മൻചാണ്ടി അതിന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനമോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലുമോ ഞാൻ ഇരുന്നിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അംഗീകാരമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടണം. ഈ അംഗീകാരം ഇല്ലാത്തവർക്ക് പാർട്ടിയിലുള്ള അംഗീകാരം കിട്ടണം എന്ന ഒരു ചിന്താഗതിയാണ് എന്നെ ആ കാര്യത്തിൽ ഒരിക്കൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കാതിരുന്നത്. ഭാരവാഹിയല്ലാത്തതുകൊണ്ട് ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയിൽ സ്വാധീനമില്ലാതെ വന്നിട്ടില്ല. ആന്റണിയുടെ പേരിലുള്ള ഗ്രൂപ്പ് നയിച്ചത് ആന്റണിക്കു പിന്നിൽ നിന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. കരുണാകരനുമായി വ്യക്തിപരമായ സൗഹൃദം നിലനിർത്തിക്കൊണ്ടുതന്നെ നിരന്തരം പൊരുതി. 91-ൽ കരുണാകരനൊപ്പം ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായി ധനമന്ത്രിയായി. പക്ഷേ കാലാവധി പകുതി പിന്നിട്ടപ്പോഴേക്കും ഭിന്നത രൂക്ഷമായി. കുറച്ചുകാലം മിണ്ടാവ്രതമനുഷ്ഠിച്ചു, ഒടുവിൽ രാജിവെച്ചു. കരുണാകരൻ മന്ത്രിസഭയിൽ ഉള്ളിൽ നിന്നും പടനയിച്ച ഉമ്മൻചാണ്ടിയുടെ രാജി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മൂർധന്യത്തിലെത്തിച്ചു. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് K കരുണാകരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ആന്റണി പകരക്കാരനായത് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയായെന്ന് ഒപ്പം നിന്നവർ പറഞ്ഞു. പക്ഷേ ഉമ്മൻചാണ്ടി പ്രതീക്ഷ കൈവിട്ടില്ല. മുന്നണി നേതൃത്വം വീണ്ടും ഏറ്റെടുത്ത് തന്റെ സാന്നിധ്യവും അവകാശവും ഊട്ടിയുറപ്പിച്ചു. പക്ഷേ കരുണാകരന്റെ പിൻഗാമിയായി മുരളീധരൻ വന്നു. ഏറെ വൈകാതെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത മുരളീധരൻ ആന്റണിയുടെ പിന്തുണയോടെ പാർട്ടിയിൽ രണ്ടാമനും പിന്നീട് ഒന്നാമനാകാമെന്നും പ്രതീക്ഷിച്ചു. ആന്റണിയും ഉമ്മൻചാണ്ടിയുമായി ഇടക്കാലത്തുണ്ടായ അകൽച്ച മുരളിക്ക് കൂടുതൽ സ്വപ്നങ്ങൾ നൽകി. പക്ഷേ സംഭവിച്ചത് അങ്ങനെയായിരുന്നില്ല. ഉമ്മൻചാണ്ടി ആന്റണിക്കു പിന്നാലെ പാർട്ടിയിലെ ഒന്നാമനായി. ദീർഘകാലമായുള്ള ലക്ഷ്യം കൈവരിക്കാൻ 2004 ഓഗസ്റ്റിൽ ആന്റണി മുഖ്യമന്ത്രി പദം ഒഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നുവെന്ന് മാത്രം. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി കരുണാകരനുമായി വെടിനിർത്തി. കഴിഞ്ഞ കാലത്തെ പാളിച്ചയും തെറ്റും ആവർത്തിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാത്തടത്തോളം ഒറ്റക്കെട്ടായിട്ട് ഭാഷയുടെ അനുഭവത്തിൽ ഒരുമിച്ച് സഹകരിച്ച് പോകും. കരുണാകരൻ ഉമ്മൻചാണ്ടിയെ പരസ്യമായി പിന്തുണച്ചപ്പോൾ താൽക്കാലികമായെങ്കിലും ഉമ്മൻചാണ്ടിയുടെ തന്ത്രം വിജയിക്കുകയായിരുന്നു. ഭരണം കൈപ്പിടിയിലൊതുക്കിയ ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയെയും വരുതിയിൽ നിർത്താൻ കഴിഞ്ഞു. രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾക്കൊപ്പം സമുദായങ്ങളെയും ഒപ്പം നിർത്തി സാഹചര്യങ്ങളെ നേരിടുന്നതിൽ ഉമ്മൻചാണ്ടി വൈദഗ്ധ്യം കാട്ടി. സഭാ തർക്കത്തിൽ ഉൾപ്പെട്ട വിഭാഗക്കാരനായിട്ടും തർക്കത്തിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞുനിന്നു. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും സഭയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹം ഉൾപ്പെട്ടില്ല. മുസ്ലിം ലീഗുമായുള്ള സൗഹൃദവും ചില ഇസ്ലാമിക സംഘടനകളുമായുള്ള അടുപ്പവും അവർക്കിടയിലും സ്വാധീനമുണ്ടാക്കി. മദനിയുടെ മോചനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും മദനിയെ കോയമ്പത്തൂർ ജയിലിൽ സന്ദർശിച്ചതുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെ. NSS ആന്റണിയുമായി പിണങ്ങിയപ്പോഴും ഉമ്മൻചാണ്ടിക്ക് പെരുന്നയിൽ സ്വാധീനത്തിന് ഇടിവുണ്ടായില്ലെന്നതും ശ്രദ്ധേയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ ആന്റണി രാജിവെച്ചത് സ്വമേധയാണെങ്കിലും
അതിനുള്ള സാഹചര്യമൊരുക്കിയത് എ വിഭാഗത്തിൽപ്പെട്ട ചിലരായിരുന്നുവെന്നതാണ് വസ്തുത. ആന്റണിയുടെ നിഴലായി ദീർഘകാലം നിന്ന ഉമ്മൻചാണ്ടിക്ക് ആ പ്രതിച്ഛായ മാറ്റേണ്ടത് അനിവാര്യമായിരുന്നു. ഞാൻ യേശുവിന്റെ ഖജാൻജിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട്. പിന്നീട് യേശു പ്രസിഡന്റായപ്പോഴും, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായപ്പോഴും, മുഖ്യമന്ത്രിയായപ്പോഴും, APC പ്രസിഡന്റായപ്പോഴും അല്ലാതെയും ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നും ഉമ്മൻചാണ്ടിയായിരുന്നു. 2001 ആന്റണി മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം അതിനു സ്വീകരിച്ച തന്ത്രമാണെന്ന് വ്യക്തം. നിഴലിൽ നിന്ന് പുറത്തുവന്ന ഉമ്മൻചാണ്ടിക്ക് മുരളീധരൻ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അക്ഷമ മുരളിക്ക് വിനയായി. മുരളി പുതിയ പാർട്ടിയുമായി പുറത്തുപോയി, ഒപ്പം കരുണാകരനെയും കൊണ്ടുപോയി. ഈ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും പാർട്ടിയെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു. 2003 നടത്തിയ കേരള രക്ഷായാത്ര ഉമ്മൻചാണ്ടിക്ക് പുതിയ ഊർജം പകർന്നു നൽകി. രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അവരുടെ പിന്തുണ ആവശ്യമായി വന്നു. ചെന്നിത്തല ഇതുവരെ തുടർന്നതും ഇനി തുടർന്നാൽ അതും ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും പിന്തുണയുടെ ബലത്തിൽ തന്നെ. 2004 ആർ ബാലകൃഷ്ണപിള്ളയെയും TM ജേക്കബിനെയും ഒഴിവാക്കി മന്ത്രിസഭ രൂപീകരിച്ചപ്പോഴാണ് പലർക്കും ഉമ്മൻചാണ്ടിയുടെ മനക്കരുത്ത് ബോധ്യമായത്. തുടർന്ന് ആരോപണങ്ങളുമായി പുറത്തിറങ്ങിയവരെ പിന്നെ വിധേയരാക്കാനും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. കോൺഗ്രസിനപ്പുറം മാണി ഗ്രൂപ്പും മുസ്ലിം ലീഗും മാത്രമേ ഉമ്മൻചാണ്ടിയുടെ പട്ടികയിലുള്ളൂവെന്ന വിമർശനവുമുണ്ട്. കോട്ടയത്ത് KM മാണിയുമായി കോൺഗ്രസ് ഏറ്റുമുട്ടുമ്പോഴും യോജിച്ചു നിൽക്കുമ്പോഴും പ്രാദേശിക നേതൃത്വം പയറ്റുന്നത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രമാകും. മാണിയുടെ ഐക്യ കേരള കോൺഗ്രസ് തന്ത്രത്തിൽ കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പഴി കേൾക്കേണ്ടി വന്നു. കോൺഗ്രസിൽ ആന്റണിക്കൊപ്പം ഉറച്ചു നിന്നപ്പോൾ കൂടെ നിന്ന പലരും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ശത്രുപക്ഷത്തായതും ചരിത്രം. വയലാർ രവി അടക്കമുള്ള പ്രമുഖർ ആ പട്ടികയിൽപ്പെടും. രവി കരുണാകരനുമായി ചേർന്നപ്പോൾ 92 ആന്റണിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതും ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും തന്ത്രത്തിലെ പിഴവായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഐ ഗ്രൂപ്പിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ പിന്നീട് എ ഗ്രൂപ്പിന് ഹൈക്കമാൻഡിന്റെ തുണ വേണ്ടിവന്നുവെന്നതും കോൺഗ്രസ് ഗ്രൂപ്പ് പോരാട്ടങ്ങളുടെ ഏടുകളിലുണ്ട്. പക്ഷേ തുടർന്ന് കരുണാകരനെ ദുർബലനാക്കി ഐ ഗ്രൂപ്പിന്റെ ശിഥിലീകരണത്തിന് വഴിവെച്ചത് ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് ചില്ലറയൊന്നുമല്ല സഹായിച്ചത്. അങ്ങനെ മുന്നണിയിലും പാർട്ടിയിലും മാത്രമല്ല ഗ്രൂപ്പിലും തന്ത്രങ്ങൾ പയറ്റി പടവുകയറിയ രാഷ്ട്രീയക്കാരനാണ് ഉമ്മൻചാണ്ടിയെന്ന് ചരിത്രം പറയും. കൂടുതൽ ചർച്ചകളും വിലയിരുത്തലുകളും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ ജീവിതമാണ് ഉമ്മൻചാണ്ടിയുടേത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള വിമർശനാത്മകമായ ഒരു അപഗ്രഥനമാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഉദ്ദേശിച്ചത്. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.